സുമേഷേ കറക്കൂട്. ഇവിടുത്തെ ഹിന്ദുവിന് ജീവിക്കണമെങ്കിൽ ദിവസവും പണിയെടുക്കണം. അതിനൊക്കെ ഞങ്ങൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കണ്ട ഞങ്ങൾക്ക് പണിക്കും പോകണ്ട, ഒന്നിനും വേണ്ട. വീടിന്റെ മുറ്റത്ത് 500 നോട്ട് കളിക്കുന്ന ഒരു മരം വെച്ച് കഴിഞ്ഞാൽ ജീവിതം സുന്ദരം. പർദ്ദ ധരിച്ച് ദേഹം മുഴുവൻ ഇപ്പം സൗദി അറേബ്യ പോലെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ അവിടുത്തെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അവിടെ ഈ പർദ്ദ പോലുള്ള ഡ്രസ്സുകൾ വന്നത്. ഇന്ത്യയിൽ അത് സത്യം പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പരാതിയിൽ നിന്നൊക്കെ മുക്തിയാണെങ്കിൽ എന്ത് വേണം? ഞാൻ മുസ്ലിം സ്ത്രീകളോട് പറയാം, ഇങ്ങനെ അടക്കാൻ പറയാം. നോക്കിയേ, ഇങ്ങനെയാണെന്ന് വല്ല പ്രശ്നമുണ്ടോ? ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ലേ, ഇങ്ങനെ നടന്ന പ്രശ്നമുണ്ടോ? ഇതൊരു പൈതൃകവും അന്തസ്സും അല്ലേ ഈ ആട്ടുന്നത്? വെള്ളരിക്കിണ്ണത്തിൽ എന്തുണ്ട്, പുള്ളി പശുവിന്റെ പാലുണ്ട്, പുസ്തകത്താളിൽ ഒളിച്ച കിനാവിൽ 10 മാറ്റുണ്ട്. ഇത് രസം നോക്കിയേ. എടാ, ആരെങ്കിലും ഒക്കെ ഇഷ്ടമുള്ള തുണിയൊക്കെ കൊടുക്കട്ടടാ. തുണിയില്ലാത്തവർ ചാക്കിൽ ഉപ്പിയാക്ക്, അത് അതൊക്കെ വാരിയും ശരീരം മുഴുവൻ പൊത്തിക്കോട്ടെ. മനുഷ്യർക്ക് വസ്ത്രം കൂടുന്നതോറും അന്തസ് കൂടും. വസ്ത്രം കുറയലാണ് അന്തസ്സില്ലായ്മ. ഭാരതത്തിൽ ഏതാണ്ട് 300-ൽ പരം നദികളുണ്ട്. അതിലൊന്നിന്റെയും പേര് അറബിയിലോ ഉറുദുവിലോ അല്ല. ഗംഗ, യമുന, സരസ്വതി, കൃഷ്ണ, ബ്രഹ്മപുത്ര, സപ്തസിന്ധു, കാവേരി, പെരിയാർ, ഇങ്ങനെ പോകുന്നു. ഇതിൽ നിന്നും എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഓക്കെ, ഇപ്പൊ മനസ്സിലായൊരു കാര്യം, ഈ 300 നദിയും കാവേരി, ഗംഗ അടക്കമുള്ള 300 നദിയും അവസാനം ഒഴുകി എത്തുന്നത് ഞങ്ങൾ അറബിക്കടലില്ല. അറബിക്കടൽ ഞങ്ങൾ ഇങ്ങനെ എടുക്കുക അല്ല. പിന്നെ ആർക്കും ദ്രോഹമില്ലാതെ ചപ്പും ചവറും അതും ഇതും ഒക്കെ ഒഴുകി പോകുന്ന നദിയിൽ വരെ വർഗീയത. ഈ 300 നദിക്കും കാവേരി, ഗംഗയൊക്കെ പേരുള്ളത് കൊണ്ട് അതൊക്കെ നമ്മുടെ നദിയാണ്. അങ്ങനെയാണെങ്കിൽ അറബിക്കടലിൽ ഞങ്ങൾ തൂക്കി. അറബിക്കടൽ ഞങ്ങൾ ഞെടുക്കുക. ഞങ്ങളുടെ അറബിക്കടലിലോട്ട് ഒരുത്തരും വരണ്ട. അറബിക്കടൽ ഞങ്ങൾ തൂക്കി. എന്ത് കഷ്ടം ടീച്ചർ, ഞങ്ങൾക്കൊന്ന് മുസ്ലിങ്ങൾക്കൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പറ്റില്ല. അപ്പോഴേ ഫോട്ടോ എടുക്കുക, അപ്പോഴേ ടീച്ചർ ഫോട്ടോ ഇടുക. അവിടെ അങ്ങനെയാണ്, മുസ്ലിങ്ങൾ ഇങ്ങനെയാണ്. ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾ ജീവിക്കാൻ പറ്റും ടീച്ചറെ. ഞങ്ങൾ നിങ്ങളെ ആരെയും നോക്കാൻ വരുന്നില്ലല്ലോ. നിങ്ങൾക്ക് എത്ര പിള്ളേരുണ്ടെന്ന് നോക്കാൻ വരുന്നില്ലല്ലോ ടീച്ചറെ. കഴിവുള്ളവർക്ക് പിള്ളേരുണ്ടാകുന്നു. ഈ മുന്നാര ശശികല ടീച്ചറെ വിവാഹം കഴിച്ച് കുടുംബത്തോടെ ജീവിക്കേണ്ട പ്രായത്തിൽ നോക്കിയേ ഒരുത്തൻ ഇതിന് ആരട്ടവസരം എന്ന് പോലും പറയാൻ പറ്റത്തില്ല. നൂൽബന്ധവും ധരിച്ചുകൊണ്ട് പശുവിനെ കളിപ്പിച്ച് നടക്കും. ഇവിടെ വീട്ടിൽ കല്യാണം കഴിച്ച് മക്കളുണ്ടാക്കേണ്ടവന്മാർ പശുവിന്റെ പുറകെ നടന്ന് എങ്ങനെ പിള്ളേരുണ്ടാകും? എന്നിട്ട് മാന്യമായിട്ട് വിവാഹം കഴിച്ച് നല്ല മക്കളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നതിനെ കാണുമ്പോൾ അവർക്ക് 6 പിള്ളേരുണ്ടാകുന്ന പറയും. എടാ, പശുവിനല്ലടാ കളിപ്പിക്കേണ്ട, വീട്ടിലോട്ടാണ് പോകേണ്ടത്. എന്തിനാണ് നമുക്ക്, എന്തിനാ ഇതൊക്കെ? മക്കൾ ധാരാളം ഉണ്ടാകുന്നത് രാജ്യം പിടിക്കാൻ വേണ്ടി മാത്രമല്ല. നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ പൂർവികർക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. എന്താണ് മക്കൾ സമൃദ്ധി എന്നുള്ള ജീവിതത്തിന്റെ അലങ്കാരമാണ്. നൂറെ ഹബീബിന്റെ മജ്ലിസിന് അല്ലാഹു തന്ന നിഅമത്ത് നോക്കാൻ നിങ്ങൾ ഒന്ന്. കാർമേഘം കണ്ടോ? മഴയില്ല, അല്ല വെയിലില്ല. നോക്കിങ്ങള് ഇന്നലെ വരെ കൊടും വെയിലവിടെ. കൊടക്കാടൊക്കെ വെറും കാർമേഘമല്ലേ തങ്ങളെ? എന്റെ നാട്ടിൽ നോക്ക്, ഇന്നലെ വരെ കൊടും വെയിലായിരുന്നു. ചൂടുകൊണ്ട് നിൽക്കാൻ വയ്യ. ഇവിടെ ഒരു മഴ അങ്ങ് പെയ്പ്പിച്ചു. ഇനി പറ നിങ്ങളെ, എനിക്കാണ് നിങ്ങൾക്കാണ് അത്ഭുത സിദ്ധിയുള്ളത്. പറ നിങ്ങളെ. ആകെ വിളിക്കുന്ന ആനേനെ സ്വപ്നം കണ്ട്, ആന പിണ്ടവും കണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ആനയെ സ്വപ്നം കണ്ടാൽ അർത്ഥം അറിയത്തില്ലേ? എന്താ ആനയെ സ്വപ്നം കണ്ടാൽ? ഒലക്കട മൂട്, അത് തന്നെ. പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്താ? പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് പരോപകാരമാണ്. ഇന്നത് ചെല്ലിയാൽ ഇന്നത്. കടം വീടാൻ എന്താ ചെയ്യേണ്ടത്? കടം വീടാൻ പണിക്ക് പോകണം. പണിക്ക് പോകാതെ കടം തീരത്തില്ല. പറഞ്ഞു തന്ന മുജാര വീട്ടിൽ പോയി രാവിലെ ഇരിക്കണം, ഞങ്ങൾ ചെല്ലിയിട്ട് കടം തീർന്നില്ല. അങ്ങനെ കടം തീരത്തില്ല. പണിയെടുക്കണം. പണിക്ക് പോകാതെ ഉസ്താദ് ആദി ഒറ്റ രാത്രി കൊണ്ട് കടം തീരും. ഇവൻ ഉറക്കം ഒടിച്ചിരിക്കുന്നല്ല, കടം തീരുവാ. രാവിലെ ഇവൻ കടം തീരുമെന്ന് പറഞ്ഞിരിക്കുമ്പോ ബാങ്കുകാർ കൊണ്ടുവന്ന് ജപ്തി നോട്ടീസ്. 100 സീറ്റോടുകൂടി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത്. പക്ഷെ അത് വരുമെങ്കിൽ അന്ന് കാക്ക മരന്ന് പറഞ്ഞേ. ഞാൻ എന്നിട്ട് വെല്ലുവിളി ഞാൻ കണ്ടു. കാക്ക വെറുതെ മരന്ന് ഉറക്കല്ല, ജോക്കിയുടെ നിക്കറിട്ടുണ്ടോ പറക്കം. നോക്കിയേ, നല്ല കട്ടിയേറിയ കോട്ടന്റെ തുണി കൊണ്ട് തയ്പ്പിച്ച നിക്കറിട്ടുകൊണ്ട് കാക്ക പറക്കുന്നുണ്ട. കണ്ടു. കേരളത്തിലെ കുറച്ച് പണ്ഡിതന്മാരും ഹൃദയമുള്ള മനുഷ്യരും കൂടെ ചേർന്നിട്ട് 850 നിർധന കുടുംബത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് മംഗല്യ സൗഭാഗ്യം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഇത് കണ്ടപ്പം ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യനിക്ക് മുട്ടസൂര്യയുടെ ഗുണമില്ലാത്ത മതം വിട്ട പെണ്ണ്, അതായത് നിരീശ്വരവാദികൾ, അവരുടെ ഗ്രൂപ്പിൽ ഭയങ്കരമായ വിമർശനം. എന്താ അറിയാവോ? കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ കണ്ടില്ലെന്ന്. എടാ പഹയന്മാരെ, ആ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ ഒക്കെ സാരി ഉടുത്തവരും പറഞ്ഞിട്ടവരുവാ. അതിനകത്ത് കാണാനൊന്നുമില്ല. എന്തോ ഒരു കഷ്ടപ്പാടാ.
എടാ പഹയന്മാരെ എല്ലാം ഉടുത്തവരാണെന്ന്. ഉടുക്കാത്തവരൊക്കെ നീ സൈറ്റിലോട്ട് പോകും, അവിടെ പോയി നോക്കും, അവിടെ ഉണ്ട് അത് വന്നിരിക്കുന്നു. അവിടെ എന്തെങ്കിലും മറ്റു കുറവുകളൊന്നും കണ്ടെത്താൻ പറ്റില്ല. പിന്നെ ആകെ കണ്ടെത്തിയ ഗുണം എന്താ? ആകെ കണ്ടെത്തിയ ഗുണം അവിടെ കല്യാണം കഴിഞ്ഞവരോട് ആണുങ്ങളെ കണ്ട് പെണ്ണുങ്ങളെ കണ്ടത്. ആരാണ്ട് പെണ്ണുങ്ങളെ കാണാൻ നടക്കുക നീയൊക്കെ? അയ്യോ നല്ല സുഖമല്ലേ പലരും പെണ്ണുങ്ങളെ കാണുമ്പോ? ഏയ് എന്താ എന്റെ ഒരു ഊച്ച്. ആരാണ്ട പെണ്ണുങ്ങളെ കാണുമ്പോ കിട്ടുന്നൊരു സൗകര്യരിയാ കാണിക്കുക. ഓടാ പോയി സ്വന്തം പെണ്ണുമ്പളെ കാണാ. രാവുമ്പോലും ആരാണ്ട പെണ്ണുമ്പളെ കാണാൻ വന്നിരിക്കുന്നു. എടാ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം ചെയ്യണം. എടാ 850 പെൺപിള്ളേരെ കല്യാണം കഴിക്കണമെങ്കിൽ സ്വർണ്ണത്തിന്റെ വില എത്രയാടാ? എത്ര കോടി രൂപ ചെലവഴിക്കണം? ഇതൊക്കെ ചെലവഴിച്ച് അവിടെ വന്നവർക്ക് ഭക്ഷണം, ആ പെൺകുട്ടികൾക്ക് സ്വർണ്ണം, ഇതെല്ലാം കൊടുത്ത് നടന്നിട്ട് അമ്മ ആകെ കണ്ടെത്തി കുറ്റമാണ്. കല്യാണം കഴിഞ്ഞവരുടെ പെൺപിള്ളേരെ കണ്ടിട്ട് ബാ ഞാൻ കാണിച്ചു തരാം പെൺപിള്ളേരെ ബാ. എടാ ജീവിതത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിനോ ആണിനോ എടാ ഫുട്പാത്തിൽ 10 രൂപക്ക് 3 എണ്ണം കിട്ടും, മഴയത്തിട്ട കളറളവുന്നേ ഉള്ളൂ, അതെങ്കിലും മേടിച്ച് കൊടുക്കണം. അതിന്റെ നന്മ എങ്ങനെ ചെയ്യടാ? ഒരു മനുഷ്യന്മാർ ഇന്ന നന്മ മൊത്തം ചെകഞ്ഞു നോക്കി എന്നിട്ട് ആകെ കണ്ടെത്തിയതാ അവരെ മുഖം കണ്ടില്ലെന്ന്. അപ്പൊ അതിനൊക്കെ കാണിച്ചു തരാം ബാഞ്ഞു. ഗുഡ് മോർണിംഗ്. കേരളത്തിന്റെ അനുഗ്രഹീത പാട്ടുകാരൻ സുഹൃത്ത് ആലപ്പുഴയുടെ മണ്ടൻ ലണ്ടൻ എന്ന ഗാനം. മണ്ടനാമൊരു പണ്ഡിതന് ലണ്ടൻ കാണാൻ പൂതി, ആഹാ ലണ്ടൻ കാണാൻ പൂതി, ലണ്ടനില് ലാൻഡ് ചെയ്ത മണ്ടനങ്ങ് വണ്ടറായി, മണ്ടനങ്ങ് വണ്ടറായി. മുറ്റം നിറയെ പിള്ളാരാകുമ്പോൾ ലക്ഷ്മി ചേച്ചിക്കാകെ പ്രഷർ, എന്തിനാണി തേങ്ങൽ, എന്തിനാണി മോങ്ങൽ, തുറുക്കിലെ ജാമൊന്നു വാങ്ങൂ തിന്നു, ഇത് കണ്ട് നിന്ന് മൂങ്ങാതിരുന്നൂടെ. ഹലോ, നമ്മുടെ കോയക്കോളിങ് നടത്തുന്ന ആരിഫിക്കല്ലേ? ഞാൻ നിങ്ങളുടെ ഹാർപ്പിക് ഹുസൈൻ. സോറി പേര് മാറിപ്പോയതാ. ഹാർപ്പിക് ഹുസൈൻ. ഹാർപ്പിക് അപ്പനെ നമ്മുടെ ഖുർആനിൽ സ്വന്തം മകളെ കെട്ടാന്ന് പറയുന്ന ആയത്ത് ഏത് ഭാഗത്താ? ഈ അടുത്ത് ലണ്ടനിൽ പോയിട്ട് കുറച്ച് മുസ്ലിമീങ്ങൾ ഉത്തരം മുട്ടിച്ചില്ലേ? ആയത്ത് ഏത് ഭാഗത്താ? ഞാൻ തപ്പന്നേപ്പാ. ഖുർആനിൽ തപ്പിയിട്ട് കിട്ടില്ല. ഞാൻ കിണറ്റി തപ്പി നോക്കട്ടെ. കിണറ്റി തപ്പ അവിടേക്ക് വെയിറ്റ്. ഹലോ, കിണറ്റി തപ്പിയിട്ട് കിട്ടില്ല. നീ എവിടെ തപ്പിയാ കിട്ടും ഈ ആയത്ത്? അപ്പം നിങ്ങളെ നമ്പിയ നമ്മള് അത് തന്നെ. ഇന്റർനെറ്റ് ഇസ്ലാമിന്റെ കഥ കഴിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയും കൂടിയാണ്. ഞെട്ടിക്കുന്ന കാര്യം, അതായത് എല്ലാരും നീറ്റടേ നുണന്നിരുന്നേ. ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാൻ ഒരു മനുഷ്യന് സീരിയസ് ആയിട്ട് കാര്യം പറയുന്നത് നിങ്ങൾ നടന്ന് ഉറങ്ങിയാലാ. റെഡി കണ്ണൊക്കെ തുറച്ചു. 148 പേർ കേരളത്തിൽ തലച്ചോറിന് ക്ഷതമേറ്റോ ഏതെങ്കിലും തരത്തിൽ ബ്രെയിൻ ഡെത്ത് ഉണ്ടായിട്ട് 148 പേരിൽ ഒരൊറ്റയാൾ മാത്രമാണ് ഒരു മുസ്ലിം. ഞാനിതിനകത്ത് മതം പറയുക, കണക്ക് പറയുകയാണ്. ഡോക്ടർ ഗണപതി ലോകത്തോട് പറയുക. അതെന്താ അങ്ങനെ സംഭവിക്കുന്നത്? കാരണം കേരളത്തിലെ ജനസംഖ്യയിൽ 25%-നും 30%-നും ഇടയ്ക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അവർക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നില്ലേ? എന്റെ പൊന്നു മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ചുപേർക്ക് മരിച്ചൂടെ? ഇടന്ന് ആലോചിച്ചോ, ഈ നാട്ടിൽ എന്തൊരു വർഗീയത. 147 പേര് മരണപ്പെട്ടപ്പം അതിനകത്ത് ഒരാൾ മാത്രമാണ് മുസ്ലിമീങ്ങൾ. ഈ നാടിന്റെ പോക്കത്ര ശരിയല്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ബ്രെയിൻ ഡെത്ത് ബാധിച്ച് 147 പേര് മരണപ്പെടുമ്പം അതിൽ ഒരാൾ മാത്രമാണ് മുസ്ലിം. കുറെ ആളുകൾ സന്നദ്ധമായി മുന്നോട്ട് വരണം മരിക്കാൻ വേണ്ടി. ലോകത്തിലെ ഫുട്ബോളിനെ പൂർണ്ണമായും ഇസ്ലാമികത വിഴുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൊന്ന് ജനവികാരെ വിഴുങ്ങുമെന്നല്ല, ഇതിനകം വിഴുങ്ങിക്കഴിഞ്ഞു. റൊണാൾഡോയുടെ സുന്നത്ത് കല്യാണം നാളെ വെള്ളിയാഴ്ച പള്ളി തിരിയുമ്പോൾ റൊണാൾഡോയുടെ സുന്നത്ത് കല്യാണം പൊന്നാനി വെച്ച് നടത്താൻ പോവാ. റൊണാൾഡോ ഒക്കെ ഇതിനകം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു. ആ പുറത്ത് പറയണ്ട. സ്റ്റേഡിയത്തിൽ കണ്ടില്ലേ, പുല്ല് മൊത്തം പച്ചപ്പുല്ല്, മഞ്ഞപ്പുല്ലോ ചുമലപ്പുല്ലോ വെക്കുന്നതിന് പകരം മൊത്തം പച്ചയടിച്ചിരിക്കുകയാണ്. മൊത്തം ഇസ്ലാമികവൽക്കരിക്കപ്പെടണം കംപ്ലീറ്റ്. സുമേഷേ കറക്കി അങ്ങോട്ട് വിടുവാ. കറക്ക് നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കണ